ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും ലഞ്ചാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്നത് പോലെ തോന്നും കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. മുറ്റത്ത് കുറച്ച് അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതാന്ന് രാത്രിയിൽ നൂഷയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോവുകയും വേണം. അപ്പോൾ തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെയും പെയ്തിട്ടുണ്ടെന്ന്. നല്ല വെള്ളവും ചളിയൊക്കെയാണ് കേട്ടോ മുറ്റത്ത്. അപ്പോൾ ആ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇലകളൊക്കെ മുറ്റത്ത് ഒട്ടുമല്ലോ, അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അടിച്ചെടുക്കുമ്പോൾ. പിന്നെ അതാ ഞാൻ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അകത്ത് പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് അകത്തേക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ രാത്രിയിൽ കുറേ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുള്ളത്. എന്നാലും ഇന്ന് ഒരു എന്താ പറയുക, ഒന്നും കൂടി ക്ലീനായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി വെറുതെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ച്. എങ്ങനെ ആയാലും ഒരു പൊടി ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഒന്ന് പുറത്തുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അകത്തത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മുൻകൂട്ടി ഇതുപോലെയൊക്കെ ഒന്ന് ഒരുങ്ങുന്നത് നല്ലതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുമല്ലോ, ഒരു നല്ല ശീലം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നൂഷയൊക്കെ വരുന്നത് വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. കാരണം ഒരു ചെടികളൊക്കെ ഇഷ്ടമുള്ള ആളുമാണ്. വീടൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ ഉണ്ടാവുമോ എന്നൊക്കെ കരുതിയിട്ട് എല്ലാം ഇങ്ങനെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടുത്തെ ജനലൊന്നും തുറന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല മഴ ആയിരുന്നല്ലോ തലേ ദിവസം രാവിലെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ജനൽ തുറക്കുമ്പോൾ നമുക്ക് ഈ ജനലൊക്കെ നനയും. അതുകൊണ്ട് തന്നെ ആ ഒരു ജനലുകളൊന്നും തുറന്നിടാനൊരു ഇങ്ങനെ മടിച്ച് നിന്നു കേട്ടോ രാവിലെയൊക്കെ മഴ പെയ്തുകൊണ്ട് തന്നെ. പിന്നെ അതാ ഞാനൊന്ന് അടിച്ചു വാരിയിട്ട് വേഗം തന്നെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്. ഒറ്റൊരു പ്രാവശ്യം ചെളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് തുടച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കുമല്ലോ. രാവിലെ തന്നെ ഒന്ന് ഇങ്ങനെ അടിച്ചു വാരി തുടച്ചിട്ട് വീടൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. നമ്മൾ ക്ലീനായ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക, നമ്മൾ വിശ്രമിക്കുക, അതൊക്കെ കണ്ട് ആസ്വദിക്കുക, അതൊക്കെയാണ് കേട്ടോ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. എൻ്റെ സന്തോഷങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടെത്തൽ. അപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊന്നും അപ്പം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പുതിയതായിട്ട് അങ്ങനെ വിരിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൃത്തിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വരുന്ന ദിവസം വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു 2-3 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ റൂമിലൊക്കെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് തന്നെ. അതുകൊണ്ട് അതൊക്കെ ഞാൻ മാറ്റിയിട്ട് പുതിയതൊന്ന് വിരിച്ചിടാണ്. എന്തായാലും നമ്മളെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കുറേ ദിവസം നിന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ നമ്മൾ കട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് ഒരു മാറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഈ റൂമിൽ വെച്ചിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണിത്. അപ്പോൾ അത് പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പോകാനൊക്കെ ടൈമായിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ വീടും നമ്മളെ കിച്ചണും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോയിട്ട് ആ പോയി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ നമ്മളെ വീട്ടിലേക്ക് കയറുന്നത്. ഇപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ബെഡും ഇതൊക്കെ ഒന്നും ഇങ്ങനെ നാശമായിട്ടുണ്ട്. അപ്പോൾ വന്ന് കയറുമ്പോൾ ഒരു വൃത്തിയിൽ ഇരുന്നോട്ട് വിചാരിച്ചിട്ട് ഞാൻ പോകുന്ന ആ ഒരു സമയത്ത് നന്നാക്കി ഒന്ന് വിരിച്ചിട്ടിട്ട് ആണ് പോകുന്നത്. 10 വണ്ടിയിൽ നിന്ന് പുതക്കാൻ വേണ്ടിയിട്ട് പുതപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പുതപ്പൊക്കെ നമുക്ക് എല്ലാവരും ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് പുതപ്പിൻ്റെ ഒരു ആവശ്യമൊന്നും തോന്നൂലല്ലോ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നാൽ പുതപ്പ് എടുക്കുകയാണെങ്കിൽ എടുത്തു പറഞ്ഞിട്ട് ചെറിയൊരു പുതപ്പ്
എടുത്തോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മളിതാ മുക്കത്ത് ആ ഒരു ഭാഗത്ത് കൂടാണ് പോയിട്ടുള്ളത്. അങ്ങനെ അതാ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. പത്തുവിന് ഫ്രൂട്ടി മതി പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാ ഒരു കേക്ക്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മയും മാമനൊക്കെ ഇത് ഉണ്ടാക്കലുണ്ട്. എൻ്റെ മാമൻ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൾ ഇപ്പോൾ ദുബായിലാണുള്ളത്. വന്നിട്ട് നമുക്ക് ആ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നിമിഷമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വരുന്ന ആ ഒരു സംഭവം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതാ നമ്മൾ കൂട്ടിയിട്ട് പോരുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടല്ലോ, അൽഹംദുലില്ലാ. പിന്നെ അത് നമ്മൾ ലഗേജൊക്കെ കയറ്റി വെച്ച് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നേരെ അങ്ങ് പോരുകയാണ് ചെയ്തത്. പത്ത് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഒപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ്, ഒരു ലെറ്റർ പോലെ. എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയല്ലോ. പിന്നെ അതാ നമ്മൾ ചുരത്തിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. രാവിലത്തെ ആ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞതും വൈത്തിരിന്ന് ഒരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ മസാല ദോശ, നെയ്റോസ്റ്റ് അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ദാനൂഷക്കാൻ്റെ ഉമ്മാനും ഉപ്പാനെയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. മേപ്പാടിയാണ് കേട്ടോ അവർ. അപ്പോൾ അനിയൻ്റെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയിട്ടുള്ളതാണ് കേട്ടോ, മദ്രസയിൽ. അപ്പോൾ പത്തുവിന് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ കളി സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ കുറേ സമയം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ കൂടെ. പിന്നെ അവിടെ നിന്നൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതാ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടുന്ന് പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി. അവിടെ നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവളുടെ വീട്ടിൽ പോയതും അവിടെ നിന്നതും എല്ലാം ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതും ആണല്ലോ. പിന്നെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ വേഗം കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറൊക്കെ വെച്ച് ചിക്കനും ഫ്രൈ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.